ഞങ്ങൾക്ക് ഇന്നേ നെസ്റ്റോയിലൊന്ന് പോകണം. സലാല നെസ്റ്റോ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് സാധയിലുണ്ട്, ഒന്ന് ഔക്കത്തിലുണ്ട്. അപ്പോൾ നമ്മൾ പോണത് ഔക്കത്തിലെ നെസ്റ്റോ ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഔക്കത്തിലെ നെസ്റ്റോ. നമ്മൾ നാട്ടിൽ പൂരങ്ങൾക്കൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കില്ലേ. എനിക്കിവിടെ വരുമ്പോൾ എപ്പോഴും അങ്ങനെ തോന്നുട്ടാ. ശരിയല്ലേ? ഇന്നിപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, അവധി ദിവസം ഒന്നുമല്ലല്ലോ. അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം ഉണ്ടാവില്ല, അത്രയും തിരക്കായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് ഓഫറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പെരുന്നാളിൻ്റെ ദിനത്തോടനുബന്ധിച്ച് പിന്നെ ആ സമയത്തൊക്കെയാണ് ഇനിയിപ്പോൾ ഓഫർ ഉണ്ടാവുള്ളൂ. അതിപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവർ ഓഫർ ഇടും, പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ ഞങ്ങൾ വണ്ടി കോളായിട്ട് വന്ന് പാർക്ക് ചെയ്തു. അല്ലെങ്കിൽ ഒരു 4 തിരിച്ചിൽ തിരിയണം ഇവിടെ പാർക്കിങ് ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലം കിട്ടണമെങ്കിൽ. എന്തായാലും തിരക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാം എന്നുള്ള പ്ലാനിലാണ് ഞാനിരുന്നത്. മിക്കവാറും ആഴ്ചയിലൊരു 2 പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ട് വരും. അത്യാവശ്യ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിവിടെ ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താം. പിന്നെ അധികം ട്രാഫിക് ഇല്ല, അതായത് സിഗ്നൽസ് ഒന്നുമില്ല, റൗണ്ട് അബൌട്ട് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇവിടേക്ക് എത്താട്ടോ. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിനെക്കാട്ടിയൊക്കെ വില കുറവ് നെസ്റ്റോയിലാണല്ലോ. നമ്മുടെ തൃശ്ശൂരും തുടങ്ങിയെന്ന് കേട്ടു, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ പോയി നോക്കണം എങ്ങനെയുണ്ട് എന്ന്. ആ പരിസരത്തൊന്നും അധികം ആരും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ അവിടെ എന്നെ നിർത്തി. പക്ഷേ ഇമാതിരി വിളിച്ചല്ലേ, ഒന്നും കാണാനില്ല എന്നൊന്നും ആൾ പറഞ്ഞില്ല. ആൾ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഞാനും പോസൊക്കെ ഇട്ട് നിന്നു. പക്ഷേ ഇതാണ് ഈ കാഴ്ച. എന്താല്ലേ, ഫുൾ ഡാർക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയ്യിൽ കിട്ടിയ ഒരു ട്രോളിങ് കൊണ്ട് നെസ്റ്റോൻ്റെ അകത്തേക്ക് വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടനൊരു വാട്ടർ കൂളർ വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് പോണത്. ചെന്ന ഉടനെ എൻ്റെ കണ്ണിൽ പെട്ടത് ഇതാണ്. ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് നിൽക്കും, വാങ്ങണില്ലെങ്കിലും ഒന്ന് കാണാമല്ലോ. പിന്നെ ഇപ്പോൾ ഇത് നാട്ടിലേക്ക് വാങ്ങിച്ച് കൊണ്ടുപോകാന്ന് വെച്ചാലും പറ്റില്ല. പിന്നെ നാട്ടിലെല്ലാം കിട്ടും ഇപ്പോൾ, എന്നാലും കാണാൻ നല്ല രസമല്ലേ. ഈ ഇവിടെ ഒമാനികളുടെ വീട്ടിലൊക്കെ അവരൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞൊന്ന് വീഡിയോ എടുത്തു. അവിടുത്തെ സ്റ്റാഫുകളൊന്നും കാണാണ്ടായി. ഈ പെണ്ണെന്ത് ഈ കാണിക്കണേ, പതിവില്ലാത്തൊരു കലാപരിപാടി എന്ന് വിചാരിക്കുന്നുണ്ടാവും. പിന്നെ അധികം ആരും അവിടെ ഉണ്ടായിരുന്നില്ല, ആ ഭാഗങ്ങളൊക്കെ ഒഴിഞ്ഞെടുക്കുമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഇവിടുത്തെ കസ്റ്റമർ സർവീസ്, പ്രത്യേകിച്ച് ഇവിടുത്തെ സെയിൽസ്മാൻമാർ. എത്ര തിരക്കായാലും നമ്മളെന്തെങ്കിലും ഐറ്റം ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്റ്റോർ റൂമിൽ നിന്ന് തപ്പിയെടുത്ത് കൊണ്ടുവരുന്ന തരും. അത് എത്ര ഇപ്പോൾ രാത്രി 11:30 ആയാലും അവർ ഒരു മുഷിപ്പും കാണിക്കില്ല കേട്ടോ. അത്ര നല്ല ഫ്രണ്ട്ലിയായിട്ടുള്ള പെരുമാറ്റം. അത് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അത് നെസ്റ്റോയിൽ മാത്രം ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ചട്ടിയും കല്ലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ 2 ചട്ടിയൊക്കെ കൊണ്ടിട്ടാണ് വന്നത്. ഒന്ന് മീൻ ചട്ടി, ഒന്ന് പുളിഞ്ചിയും പിന്നെ മോരുകറിയൊക്കെ വെക്കാൻ പറ്റിയ ചട്ടി. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ചേട്ടൻ അങ്ങനെ കോളായി കൂളർ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് പുതിയ തരം കൂളറാന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ ആ ഭാഗം വിട്ടു കൊടുത്തിട്ട് ഞാൻ നേരെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി. ഇതൊക്കെയാണ് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മുട്ടായി, ചോക്ലേറ്റ്സ്. സാധാരണ നാട്ടിൽ പോക്ക് പിന്നെ ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഈ ഭാഗത്തേക്ക് പ്രത്യേകിച്ച് വരാറ്. പിന്നെ ഈ മുളക് പൊടിയൊക്കെ വാങ്ങിക്കാൻ നമ്മളിവിടെ തന്നെയാട്ടോ വരിക. അങ്ങനെ പെട്ടെന്നെല്ലാം കഴിഞ്ഞു. ബില്ലിങ്ങിൻ്റെ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, അവിടെ ഒമാനി ലേഡീസാണ്, അപ്പോൾ വിവരറിയും. പബ്ലിക് പ്ലേസിൽ ഫോട്ടോയും വീഡിയോസൊന്നും എടുക്കാൻ പാടില്ലെന്ന് റൂളുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ എല്ലാം വണ്ടിയിലാക്കി ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. ഡ്രസ്സിൻ്റെ ഭാഗത്തേക്കൊന്നും പോവാത്തതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ അതെൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് വരാം, അപ്പോഴത്തേക്ക് ഓഫർ തുടങ്ങുമല്ലോ എന്ന്. ആ സമാധാനത്തിൽ ഞാനിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഒരു വണ്ടി, അതിൻ്റെ ഡോർ അടഞ്ഞിട്ടില്ല. നമ്മൾ ലൈറ്റ് അടിച്ച് കാണിച്ചു, ഹോൺ അടിച്ചു, ആൾ ഒന്നും അറിയണില്ല. ആ
കാറിൻ്റെ ഡ്രൈവർ ഒന്നും അറിയണില്ല. കുറേ നേരം ഹോൺ അടിച്ചു, ലൈറ്റ് അടിച്ചു, എന്നിട്ടും ഡ്രൈവർക്കൊരു പ്രതികരണവും ഇല്ല. ആളൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ആ ടേണിങ് തിരിഞ്ഞ് അപ്പുറത്തേക്ക് പോയി. ഞങ്ങൾ നേരെ റൂമിലേക്കും. ഇത്രയും കെയർലെസ് ആയിട്ടാണ് അയാൾ വണ്ടി ഓടിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സാധാരണ ഡോർ ലോക്ക് ആയിട്ടില്ലെങ്കിൽ നമുക്ക് വണ്ടിയിലിരിക്കുമ്പോൾ അറിയാമല്ലോ, അലാം ഉണ്ടാവുമല്ലോ. അയാളിതൊന്നും അറിയണില്ല. അപ്പോൾ ഞങ്ങൾ റൂമിലേക്കുള്ള യാത്രയിലാണ്. ഓക്കേ.